ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസ് ആൻഡ് നൈസ്. ഇതുവരെ എൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. നമുക്കിന്ന് നേരിട്ട് ലൈവായിട്ടൊരു വീഡിയോ എടുക്കാം. ചിക്കൻ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. ഇത് നല്ല ടേസ്റ്റാണ്, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, കപ്പയുടെ കൂടെ, എന്തിൻ്റെ കൂടെ ഇതൊരു ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും അടിപൊളിയാണ്. അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ ഈ കറുവപ്പട്ട, സ്റ്റാർ, ബേ ലീഫ്, ഗ്രാമ്പൂ ഇതെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് ചോപ്പ് ചെയ്തത്, മല്ലിയില അരിഞ്ഞത്, പിന്നെ നമ്മുടെ കറിവേപ്പില, പിന്നെ തക്കാളി ചെറുതായി അരിഞ്ഞത്, പിന്നെ സവാള. ഇത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു ബൗളിലിട്ടിട്ട് അതിൽ ഇത്തിരി വെള്ളമാക്കിയിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മസാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനാണ്. 1 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായി പുരട്ടി അരമണിക്കൂർ മുന്നേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതിപ്പോൾ പുറത്തിട്ടിട്ടുണ്ട്. നല്ലവണ്ണം മാരിനേറ്റ് ആയിട്ട്. എണ്ണ നല്ല ചൂടായി. നമുക്കതിലേക്ക് ഗ്രാമ്പൂ, കറുവപ്പട്ട ഇടാം. അത് കഴിഞ്ഞാൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. നമ്മൾ കടികണ്ണയിലാണ് ഉണ്ടാക്കണേ. ഏതെണ്ണയിൽ വേണമെങ്കിൽ സൺഫ്ലവർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കടികണ്ണയിലാകുമ്പോൾ എന്താ വെച്ചാൽ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ഒരു രുചി വരും. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് സവാള ഇടാം. സവാള നന്നായി വഴറ്റണം. നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ മസാല കുതിർത്ത് വെച്ചത് നമുക്ക് ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചിക്കൻ്റെ ഉപ്പ് പുരട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ പിന്നിടാം. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം തക്കാളി നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ചിക്കൻ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നന്നായി ഇളക്കി അടച്ചു വെച്ചിട്ട് ചെറുതീയിൽ വേവിക്കണം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തില്ല. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി തക്കാളിയുടെ വെള്ളവും കോഴിയിലുള്ള വെള്ളമൊക്കെ വന്നിട്ട് കുറച്ച് ഗ്രേവി ഇതിൽ തന്നെ വരിക. ഇനി വേണം, വെള്ളം കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ച് ചൂടുവെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം തന്നെ. ഇനി ഇത് സ്ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. മല്ലിയില മേലിട്ട് കൊടുക്കാം.
അപ്പൊ നമ്മുടെ ചിക്കന്റെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, എന്താ